ഹായ് ഗൈസ്, ഓട്ടോമൊബൈൽ മേഖലയിലെ പുതിയ പുതിയ പാർട്സുകളുടെയൊക്കെ ഒരു എക്സിബിഷൻ നടക്കുകയാണ്. ആ എക്സിബിഷനിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ആ എക്സിബിഷൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിച്ചാലോ? പോയി നോക്കാം. ഇൻഷുറൻസിന് സൈലൻസർ RX-100 സൈലൻസർ, ഷോക്ക് അബ്സോർബർ, ക്ലച്ച് ഡിസ്ക്, പുതിയ ഒരു ഓയിൽ ലോഞ്ച് ചെയ്തേക്കണേ. അതിൻ്റെ ഓയിൽ പാർട്സ് കൊടുക്കണം. റൂക്കുന്ന കമ്പനി അതിൻ്റെ പാർട്സാണ്. ഓയിൽ 6 യൂണിറ്റ് റെഗുലേറ്റർ, SF ബാറ്ററി, ഡയമണ്ട് ചെയിൻസ് പോക്കറ്റ്, ശാന്ത, സ്റ്റാർട്ടർ മോട്ടർ ബുള്ളറ്റൊക്കെ പോയി കേട്ടോ. കാരണം 1800 MRP ഉള്ളു ബുള്ളറ്റിൻ്റെ. പറയാൻ പറ്റൂല, ക്ലച്ച്, വേരിയേറ്റർ, സ്വിച്ച് എല്ലാം ഉണ്ട്. നമ്മൾ എല്ലാം അത്യാവശ്യം ഓയിൽ തന്നെ നമുക്ക് വരുന്നത്. എല്ലാം നമുക്ക് ഓയിൽ വരും. LED ഉണ്ട്, വേറെ സെഗ്മെന്റ് മറ്റേ മുൻപി സാധനം 14 അല്ല വലിയ വണ്ടികളുണ്ട് നമുക്ക്. അല്ല ടൂ വീലറിൻ്റെ ഇല്ലല്ലോ. ടൂ വീലറിൻ്റെ നമുക്ക് വന്നിട്ട് എടുത്തിട്ടില്ല. ഹീറോണ്ടൊക്കെ ഓയിൽ പാർട്സ് തന്നെ സാധനം. അല്ല ചേട്ടന് ഞാൻ അങ്ങനെ ക്വാളിറ്റി ഞാൻ പറയുമ്പോഴത്തേക്കും കമ്പനിയിൽ ഞാൻ നല്ലതെന്ന് പറഞ്ഞു. ഈ സാധനം എടുത്തിട്ട് ചേട്ടൻ ഹീറോ ഓയിൽ കൂടെ എടുത്ത് നോക്കാം. സെയിം മെറ്റീരിയൽ സെയിം സാധനമായിരിക്കും. ക്വാളിറ്റി ഉണ്ടോ എന്ന് നമുക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ഒന്നും വേണം. മെറ്റാനിക്കാരന് ഇത് കാണുമ്പോൾ അറിയാൻ പറ്റും വ്യത്യാസം. ഇന്ത്യയിൽ കമ്പയർ ചെയ്യുന്ന നോക്കി വ്യത്യാസം അറിയാൻ പറ്റും ക്വാളിറ്റി. പറയാം. നമ്മളെല്ലാവർക്കും HT വെച്ച് കമ്പയർ കാണിക്കും. നിങ്ങൾ ഈ സാധനം ഇന്ത്യയുടെ കമ്പയർ ചെയ്ത് നോക്കി ക്വാളിറ്റി അറിയാൻ പറ്റും. ഡിയോടെ മിറർ അല്ലേ? അതെ അതെ, മിറർ SLD തന്നെയാണ്. ഇപ്പം ഇപ്പോൾ നെയ്തറിനൊരു നമ്മുടെ സപ്ലൈ ആണ്. ഓയിൽ സപ്ലൈ ആണ്. പിന്നെ ബെൽറ്റ് ഉണ്ടോ നിങ്ങൾക്ക്? ബെൽറ്റ് ആ ഉണ്ട്. രജിസ്ട്രേഷൻ നടക്കുന്ന സ്ഥലമാണത്. ഹലോ, എന്തായി?
ബാക്കി എല്ലാ വണ്ടികളുണ്ട്. പൾസർ 200 NS FZ എല്ലാം റേറ്റ് കുറഞ്ഞ നമ്പർ എന്ന് പറഞ്ഞു എൻജിക്കയുടെ പ്ലഗ് BS6 പ്ലഗ്, സാധാ പ്ലഗ്, പൾസറിൻ്റെ പ്ലഗ്, ക്ലച്ച് ഡിസ്ക്, NGK കമ്പനിയുടെ സാധനങ്ങളാണ്. നമ്മുടെ പ്ലഗ് വരുന്നുണ്ട്, പിന്നെ ക്ലച്ച് അസംബ്ലി വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ക്ലച്ച് പ്ലേറ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ BS6 വണ്ടികൾക്ക് വരുന്ന ഓക്സിജൻ സെൻസറുകൾ ഇപ്പോൾ നമ്മളതിൽ മാത്രമേ വരുന്നുള്ളൂ. ഓയിലേ വരുന്നുള്ളൂ. ഓയിലാണ് ഇപ്പോൾ സപ്ലൈ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ തന്നെ അത് കഴിക്കാനുള്ള നമ്മുടെ ടൂളും വരുന്നുണ്ട്. സെൻസർ കഴിക്കാനുണ്ട്. ഇതിൻ്റെ ആ സ്പെഷ്യൽ ടൂളാണ് വരുന്നത്. നമുക്ക് BS6 വണ്ടികൾക്കൊക്കെ വരുന്നുണ്ട് ഓക്സിജൻ സെൻസറുകൾ. അതിൻ്റെ സ്പെഷ്യൽ ടൂളാണല്ലേ. അത് എത്ര പൈസ? 500 രൂപയാണ് MRP വരുന്നത്. എത്ര രൂപ കൊടുക്കും? അത് ഷോപ്പുകളിൽ നിന്ന് സപ്ലൈ ഇല്ല. ഇല്ല, മാസം മാത്രം. എറണാകുളം തന്നെ. അപ്പോൾ എവിടെ നിന്ന് എടുക്കുക? അവിടെ മറ്റേ റോയില് അവിടെ കുമ്പളങ്ങിയിൽ ഓട്ടോസ്പെയർ ഉണ്ട്. ഓട്ടോസ്പെയർ ഡയമണ്ടല്ല, റൈഡ് ഓൺ അങ്ങനെ കമ്പനിയുടെ ചെയിൻ സ്പോക്കറ്റാണ്. പുതിയ ലോഞ്ചിങ്ങാണ്. ടോട്ടൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഐറ്റംസ്. ചേട്ടൻ പോയി രജിസ്റ്റർ ചെയ്തായിരുന്നു. അത് രജിസ്റ്റർ ചെയ്തായിരുന്നു. എന്നെ തിരക്കുന്ന ഞാൻ 2000 ഡബിൾ സ്പീഡൊക്കെ ഉള്ള സിംഗിൾ സ്പീഡേ ഉള്ളൂ. പിന്നെ ഒരു പാട്ടിലുള്ളൂ. എല്ലാ ബോക്സും എല്ലാ ബോക്സും ഇതിന് വന്നൊക്കെ സെറ്റ് പിന്നെ കൂടെ അല്ല അന്നേരം നമ്മൾ ഇത് തിരിച്ചിടണം. ഏത് വണ്ടിയുടെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്? ഇവിടെ എല്ലാ വണ്ടികളും ഉണ്ട്. ഏത് വണ്ടി കാണിച്ചത്? എസ്പെഷ്യലി ബുള്ളറ്റ്, ട്രാൻസ്പ്ലേറ്റഡ് കിറ്റ്, പിന്നെ FZ അതൊക്കെ സാധനം ഇരിപ്പുണ്ട്. ഇത് ഏത് വണ്ടിയുടെ? ഇത് എൻഫീൽഡ് ബുള്ളറ്റ് റൈസർ 350 ക്ലാസിക്. ട്രാൻസ്പ്ലേറ്റഡ് ചെയിൻ. ഇത് ഗോൾഡൻ ചെയിനാണല്ലേ? ഗോൾഡൻ ചെയിനാണ്.
എങ്ങനെയുണ്ട് സാധനം? ചെയിൻ ലൂബ് ഉണ്ടല്ലേ? ടൈമിംഗ് ചെയിനുണ്ട്, ടൈമിംഗ് ചെയിനുണ്ട്, ഫുൾ കിറ്റ് എല്ലാം ഉണ്ട്. ഇത് വന്നിട്ട് 10W30 800ml, അതായത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആക്റ്റീവ മോഡലുള്ള വണ്ടികൾക്ക്, അതായത് ഏറ്റവും ന്യൂജനല്ല അതിന് മുമ്പുള്ള വണ്ടികൾക്ക് എല്ലാത്തിനും ഉപയോഗിക്കുന്നതാണ് 10W30. അത് SL ജാസോ MB ഗ്രേഡിലാണ് വരുന്നത്. ഓക്കെ, അത് കൂടാണ്ട് നമുക്ക് 5W30 വരുന്നുണ്ട്. ഈ 5W30 എന്ന് പറയുമ്പോൾ നമുക്ക് സെമി സിന്തറ്റിക് പ്രോഡക്റ്റാണ് വരുന്നത്. അത് ഹൈ ക്വാളിറ്റിയിലാണ് വന്നത്. സിന്തറ്റിക് അഡ്ജക്റ്റീവ്സ് ആഡ് ചെയ്തിട്ട് ഹൈ ക്വാളിറ്റിയിൽ വന്ന ഒരു ബ്രാൻഡാണ് വെക്സ്നോൾ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അത് കൂടാണ്ട് നമ്മുടെ ഓൾഡ് വണ്ടികൾക്കായിട്ടുള്ള 20W40 എന്നുള്ള സാധാരണ 20W40 അവൈലബിൾ ആണ്. ഇനി എല്ലാ റേഞ്ച് പ്രോഡക്റ്റും നമുക്ക് വരുന്നുണ്ട്. ഇന്നിപ്പോൾ ഡിസ്പ്ലേക്കായിട്ട് മാത്രം കുറച്ച് പ്രോഡക്റ്റുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ. ഈ റേഞ്ചിലെല്ലാ ഓയിൽ സംബന്ധമായ എല്ലാ ഓയിലുകളും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് അതിൻ്റെ പ്രൊഡക്റ്റ് അല്ലേ? ആ, ഓക്കെ. ലൂബ്രിക്കൻ്റ് ആയിട്ടുള്ള എല്ലാവിധ പ്രോഡക്റ്റുകളും നമുക്ക് അവൈലബിൾ ആണ്. ഗ്രീസ് ഉണ്ട്, അതുപോലെ തന്നെ ഹൈഡ്രോളിക് ഓയിൽസ് ഉണ്ട്, ഗിയർ ഓയിൽസ് ഉണ്ട്, ലൂബ്രിക്കൻ്റെ എല്ലാ സെക്ഷനും നമുക്ക് അവൈലബിൾ ആണ്. ഇത് തന്നെ നമുക്ക് 3 ടൈപ്പ് വരുന്നുണ്ട്. ഒന്ന് നോർമൽ പ്ലഗ് വരുന്നുണ്ട്, പിന്നെ അതിൻ്റെ ലേസർ ഇറീഡിയം പ്ലഗ് വരുന്നുണ്ട്, പിന്നെ നമ്മുടെ ഹൈ ക്വാളിറ്റി ആയിട്ട് പ്രീമിയം വണ്ടികൾക്ക് വരുന്നത് ഇറീഡിയം പ്ലഗ്. പിന്നെ നമ്മുടെ BS6 വണ്ടികൾക്ക് വരുന്ന ഓക്സിജൻ സെൻസറുകൾ, ഇപ്പം എല്ലാ BS6 വണ്ടികൾക്കും വരുന്നുണ്ട് ഓക്സിജൻ സെൻസറുകൾ. പിന്നെ അത് കഴിക്കാനും ഫിറ്റ് ചെയ്യാനുള്ള നമ്മുടെ അതിൻ്റെ ടൂളും വരും. ആ ടൂളൊന്ന് കാണിച്ചത്. അതിന് വരുന്ന സ്പെഷ്യൽ ടൂൾ തന്നെയാണ് വരുന്നത്, സെൻസർ ചെയ്യാനുള്ള. ഇതാണല്ലോ ടൂള്. ഇതാണ് ടൂള് വരുന്നത്. ഇതിൻ്റെ അത് നമുക്ക് ഓക്സിജൻ സെൻസർ കഴിക്കാനുള്ള ടൂളാണ് ഈ കാണുന്നത്. ടൂള് ഇതിന് എത്ര റേറ്റ്? ഇതിന് 500 രൂപയാണ് MRP വരുന്നത്. ഇവിടെ വന്നാൽ ഇവിടെ നിന്ന് ചെറുതായിട്ടൊക്കെ വ്യത്യാസം വരും അല്ലേ? ചെറുതായിട്ടൊക്കെ പൈസ വ്യത്യാസം വരില്ലേ? പിന്നെ നമുക്ക് വരുന്നത് ക്ലച്ച് അസംബ്ലി വരുന്നുണ്ട്. ഇന്നർ ക്ലച്ച് അസംബ്ലി എല്ലാ വണ്ടികളിലും വരുന്നുണ്ട്. അതേപോലെ തന്നെ ക്ലച്ച് പ്ലേറ്റും വരുന്നുണ്ട്. ക്ലച്ച് പ്ലേറ്റ് അല്ലേ? ക്ലച്ച് പ്ലേറ്റും ഏത് വണ്ടിയുടെ? എല്ലാ വണ്ടിക്കും ഉണ്ടോ? എല്ലാ വണ്ടികളുടെയും വരുന്നുണ്ട്. ഇപ്പോൾ പുതിയ തുടങ്ങിയത് NTK വരുന്നുണ്ട്. അത് NTKയുടെ കമ്പനിയുടെ പേര് നിറ്റേര എന്നാണ് വരുന്നത്. അതിൽ പ്ലഗ് നമുക്ക് NTK എന്നാണ് ചെയ്തത്. ഇത് NTK എന്ന് പറഞ്ഞിട്ട് വരും. ക്ലച്ച് അസംബ്ലി, ഓക്സിജൻ സെൻസർ. ഇത് 750 രൂപയാണ് MRP വരുന്നത്. ഓക്സിജൻ സെൻസർ 900 രൂപയാണ് MRP വരുന്നത്. നമ്മൾ ഹോണ്ടയ്ക്കും ബജാജിനൊക്കെ ഓയി വരുന്നത് സെയിം സാധനം എല്ലാത്തിനും സെയിം ആണോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആണോ? ഹോണ്ടയ്ക്ക് സെപ്പറേറ്റ് ആണ്, ബജാജ് ഹീറോയ്ക്ക് സെപ്പറേറ്റ് ആണ്. രണ്ടും വ്യത്യാസമുണ്ട്. NGK ജപ്പാൻ്റെ കൊളാബിറ്റിയിൽ പിന്നെ പ്ലഗും അതിൻ്റെ സാധനങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഹോണ്ടയ്ക്കൊക്കെ ഒറിജിനൽ വരുന്ന സാധനമാണ് NGK എന്നാണ്. നമുക്ക് ഹോണ്ടയ്ക്ക് ഒറിജിനൽ വരുന്ന പ്ലഗ് MR7C9 എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോണ്ട വണ്ടി വാങ്ങിയാലും സർവീസ് ചെയ്യുമ്പോഴും ഇത് തന്നെയാണ് വരുന്നത്. എങ്ങനെ ബോക്സ് വല്ല സ്റ്റാർട്ടിംഗ് മോട്ടർ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തതാണ്. പിന്നെ എയർ ഇൻഡിക്കേറ്റർ, മിറർ, പെട്രോൾ ടാങ്ക്. ഇത് സ്പ്ലെൻഡർ പ്രോൻ്റെ 1300 രൂപയാണ് MRP വരുന്നത്. പിന്നെ ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റർ, മിറർ, പെട്രോൾ ടാപ്പ്, ഡ്രം, ക്ലിക്സിൻ്റെ ടച്ചപ്പ്, കപ്പിംഗ് ഹബ്, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയുടെ എല്ലാ ഐറ്റംസും വരുന്നുണ്ട്. എല്ലാ സാധനവും ഉണ്ട്. ഇത് ആക്റ്റീവയുടെ അല്ലേ? അത് ഏവിയേറ്ററിൻ്റെ ഇത് ആക്റ്റീവയുടെ ഐറ്റം അല്ലേ? ഏവിയേറ്ററിന് ഏവിയേറ്ററിൻ്റെ വൈസറല്ലേ? എല്ലാ കളേഴ്സും വരുന്നുണ്ട്. എല്ലാ മോഡലിൻ്റെ എല്ലാ കളേഴ്സും എല്ലാ സ്റ്റിക്കറും വരുന്നുണ്ട്. ആക്സസ്, പഴയ ആക്സസിൻ്റെ മൺകാട്. ഗോൾഡ്, ഇത് ആക്സസ് ഗോൾഡിൻ്റെ മൺകാട് ഫൈബർ അല്ലേ? ഫൈബർ ഐറ്റം. ഇത് മെറ്റൽ മൺകാടുകളൊക്കെ വന്നു. ആക്റ്റീവയുടെ മെറ്റൽ മൺകാട് വരുന്നു. ആക്റ്റീവ ജുപ്പിറ്റർ മെറ്റൽ മൺകാട് വന്നു. ഫൈബറും ഉണ്ട്, മെറ്റൽ രണ്ടും ഉണ്ട്. വിത്ത് പെയിൻ്റ് വരുന്നത്.
ഇതിലും വിത്ത് പെയിന്റ് കളർ എല്ലാ കളറിലും എല്ലാ കളറിലും പാഷൻ്റെ ഇൻഡിക്കേറ്റർ പഴയ മോഡലിൻ്റെ പാഷൻ പ്ലസ് പാഷൻ പ്ലസ് ഇത് പാഷൻ പ്ലസ് ഇത് പാഷൻ അതായത് ഹമ്പ് പിന്നെ ബെൻഡ് പൈപ്പ് എല്ലാ വണ്ടികളും ബെൻഡ് പൈപ്പ് എല്ലാം ഉണ്ട് പെൻറ്റ് പൈപ്പ് ഉണ്ടല്ലേ ലേഡീസ് ഹുക്ക് ലിവറുകൾ സൈഡ് സ്റ്റാൻഡ് സെൻറ്റർ സ്റ്റാൻഡ് ഫുഡ് റെസ്റ്റ് അങ്ങനെ എല്ലാ ഐറ്റംസും വരും ആ എല്ലാ വണ്ടികളുടെ വരുന്നുണ്ട് എല്ലാ വണ്ടിക്കും ഉണ്ട് എല്ലാ വണ്ടികളുടെ വരുന്നുണ്ട് ഡിസ്കൗണ്ട് വരുന്നുണ്ട് MRP കുറവാണ് ആ ഇത് പാഷൻ പ്രോൻ്റെ ആണ് പാഷൻ പ്രോ ആ 1330 MRP